ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയാണ്. വിവിധ വിഭാഗങ്ങൾക്കായുള്ള 5 ന്യായ് ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്നതാകും പത്രിക. ഇതിനു പുറമെ കശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി, അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം തടയൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കും. വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാളെ മഹാറാലി നിശ്ചയിച്ചിട്ടുണ്ട്. ER രാഗേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. രാഗേഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രിക അത്രത്തോളം ഗൗരവമുള്ളതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അശ്വതി, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങുകയാണ്. 11:30 കോൺഗ്രസ് ആസ്ഥാനത്ത് AICC ആസ്ഥാനത്ത് വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും P. ചിദംബരം അധ്യക്ഷനായ സമിതിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ശശി തരൂർ, ഒപ്പം തന്നെ ഇമ്രാൻ പ്രതാപ്ഗഡി തുടങ്ങിയവരും ഈ സമിതിയിൽ അംഗങ്ങളായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് ചില സംസ്ഥാനങ്ങൾ നേരിട്ട് ചർച്ച നടത്തിയാണ് ഏതായാലും പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ലഭിച്ച നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 5 ന്യായ് ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി നേരത്തെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പ്രഖ്യാപിച്ച അതിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനെ കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നീതിയുടെ 5 തൂണുകൾ എന്നുള്ളതാണ്. സ്ത്രീകൾക്കായുള്ള ന്യായ് പദ്ധതി, ഒപ്പം തന്നെ യുവാക്കൾക്ക്, കർഷകർക്ക് തുടങ്ങി 5 ന്യായ് പദ്ധതികൾ അതിൽ ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന കാര്യം വ്യക്തമാണ്. ഒപ്പം മറ്റ് വിഷയങ്ങളിൽ കോൺഗ്രസ് എന്തു പറയുന്നു എന്നുള്ളതും നിർണായകമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം PMLA ആക്ട് റദ്ദാക്കും എന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആയുധമാക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇത് റദ്ദാക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് സൂചന. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം CPM-ന്റെ പ്രകടന പത്രിക പുറത്തു വന്നപ്പോഴും അതുതന്നെയാണ് CPM സൂചിപ്പിക്കുകയും ചെയ്തിരുന്നത്. മറ്റൊന്ന്, CAA വിഷയത്തിൽ എന്തായിരിക്കും നിലപാട്? CAA റദ്ദാക്കുമെന്ന് തന്നെയായിരിക്കും കോൺഗ്രസ് നിലപാടെന്ന സൂചന. കാരണം കേരളത്തിലടക്കം CAA അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാണ്. CAA നടപ്പാക്കില്ല എന്ന് CPM പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ജമ്മുകശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ലഡാക്കിനും പ്രത്യേക പദവി നൽകുമോ എന്ന കാര്യവും എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ OPS പദ്ധതി, അതായത് ഓൾഡ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് ഇതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നിർണായകമായിരിക്കും. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഓൾഡ് പെൻഷൻ സ്കീം അടക്കമുള്ള വിഷയങ്ങൾ തിരികെ കൊണ്ടുവരും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രകടന പത്രികയിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും 11:30 പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതാക്കൾ എന്തു പറയുന്നു, പ്രകടന പത്രിക എന്തൊക്കെ പറയുന്നു എന്ന് അറിയുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെല്ലാം സൂചനകൾ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനം ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വലിയ ചർച്ചാ വിഷയമാണ്. അപ്പോൾ PMLA ആക്ട് റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ER രാഗേഷാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, വലിയ ചർച്ച ചെയ്ത അവരുടെ നിലപാടുകൾ വലിയ രീതിയിൽ എടുത്ത കാര്യങ്ങളിൽ ഏത് രീതിയിലായിരിക്കും പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ രംഗത്തെ വിദഗ്ധർ. എന്തായാലും ER രാഗേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്.